മെലിഞ്ഞതോ മങ്ങിയതോ ആയ ശരീര തരംഗലൂടെ യാഥാർത്ഥ്യ ബോധമില്ലത്ത പൻകു ചിത്രീകരിക്കുന്നതിലൂടെ ആധുനിക മാധ്യമങ്ങൾ അനുയോജ്യമായ ശരീരത്തെക്കുറിച്ചുള്ള ഉപയോക്താക്കളുടെ ധാരണയായിടങ്ങിയതും പലപ്പോഴും വിവരിക്കാനാകാത്തതുമായ മാനദണ്ഡങ്ങളിലേക്കു മറ്റൊന്നായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുള്ള പ്രതികരണമായി സാമൂഹിക മാധ്യമങ്ങൾ നിയന്ത്രിത ശരീര ആദർശങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കൂടുതൽ തരാന മനസ്സുള്ള കാഴ്ചപ്പാടുകൾക്കായി വാദിച്ചു. ശരീര പോസിറ്റീവ് ഓൺലൈൻ ഉള്ളടക്കം കാണുന്നതു വിശാലമായ ശരീര രൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിനായി ഒരു അനുയോജ്യമായ ശരീരത്തെക്കുറിച്ചുള്ള സ്ത്രീകളുടെ ആശയത്തെ മറ്റൊന്നുവെന്നു ജനങ്ങൾ അനുമാനിച്ചു. രൂപവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിൽ ലിക്കു ചെയ്യുക, പങ്കിടുക, അല്ലെങ്കിൽ അഭിപ്രായമിടുക തുടങ്ങിയ സാമൂഹിക പരിചരണ പെരുമാറ്റങ്ങൾ ഈ സൗന്ദര്യ മാനദണ്ഡങ്ങളെ ആവർത്തിക്കാനും കൂടുതൽ സാധാരണവൽക്കരിക്കാനും സഹായിക്കുന്നു. തൽഫലമായി സ്ഥാപിതമായ ശരീര സൗന്ദര്യ മാനദണ്ഡങ്ങൾ ഉപയോക്താക്കളുടെ ധാരണകളെയും സ്വയം സങ്കൽപ്പത്തെയും ദിവസേന സ്വാധീനിക്കുന്നതു തുടരുന്നു. ശരീര സൗന്ദര്യ മാനദണ്ഡങ്ങൾ പരമ്പരാഗതമായി അടങ്ങിയ സൗന്ദര്യ ആദർശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടു യുവതികളുടെ ശരീര പ്രതിച്ഛായയെയും മാനസികാവസ്ഥയെയും പോസിറ്റീവായി സ്വാധീനിക്കുക എന്നതാണ് ശരീരത്തിന്റെ പോസിറ്റീവ് സോഷ്യൽ മീഡിയ ഉള്ളടക്കം ലക്ഷ്യമിടുന്നതു. ശരീര പോസിറ്റീവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ യുവതികളുടെ ശരീര പ്രതിച്ഛായയിലും മാനസികാവസ്ഥയിലും കാണുന്നതിന്റെ സ്വാധീനം ഈ ഓൺലൈൻ പരീക്ഷണം അന്വേഷിച്ചു. അതേസമയം പോസ്റ്റുകളിലെ ചിത്രങ്ങളുടെയും അടിക്കുറിപ്പുകളുടെയും സ്വാധീനം മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സോഷ്യൽ മീഡിയ ശരീര പ്രതിച്ഛായയെ സാരമായി ബാധിക്കുന്നു, പ്രത്യേകിച്ചു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള ദൃശ്യ അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകളിൽ. ശരീര പോസിറ്റിവിറ്റി പോലുള്ള ചലനങ്ങൾ വൈവിധ്യമാർന്ന ശരീര സ്വീകാര്യതയെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ വസ്ത്രധാരണം വെറും തുണിധരങ്ങൾ മാത്രമല്ല, അത് ആശയവിനിമയത്തിന്റെ ഒരു രൂപമാണ്. നിറങ്ങൾ മുതൽ ശാലകൾ വരെ ബ്രാൻഡുകൾ വരെ നിങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ ഓരോ ഘടകങ്ങളും നിങ്ങളുടെ വ്യക്തിത്വം, മൂല്യങ്ങൾ, മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളായിക്കുന്നു. ഈ ഭാഷ മനസ്സിലാക്കുന്നതു നിങ്ങളെ സ്വയം അധികാരികമായി പ്രകടിപ്പിക്കാനും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നു രൂപപ്പെടുത്താനും അനുവദിക്കുന്നു. ആദ്യം ലോകത്തേക്കിസദക്കാൻ കഴിയുമെന്നു തോന്നിപ്പിക്കുന്ന ഒരു വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾക്കു ലഭിക്കുന്ന ആത്മവിശ്വാസവർദ്ധനവിനെക്കുറിച്ചു സംസാരിക്കാം. നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ കവചമായി മാറുന്നതു പോലെയാണ് നിങ്ങൾക്കു തടയാനാവാതായി തോന്നുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥയും വ്യക്തിത്വവും പ്രതിഫലിപ്പിക്കുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതു ഒരു വലിയ മാറ്റമായിരിക്കും. നിങ്ങൾ നിരാശനാകുമ്പോഴോ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വെറ്ററിൽ സുഖമായി ഇരിക്കുമ്പോഴോ തിളക്കമുള്ള നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നതു തൽക്ഷണം നിങ്ങളുടെ ആത്മവിനിമയം ആക്കുകയും സമ്മർദ്ദം ഇല്ലാതാക്കുകയും ചെയ്യും. ദിവസം മുഴുവൻ നിങ്ങളെ പിന്തുടരുന്ന ഒരു ചെറിയ സൂര്യപ്രകാശം ധരിക്കുന്നതു പോലെയാണ് ഇത്. ആത്മവിശ്വാസവും നല്ല വികാരങ്ങളും പ്രസരിപ്പിക്കുമ്പോൾ ബഹുമാനത്തിനും അവസരങ്ങൾക്കും പിന്തുണയ്ക്കുന്ന ബന്ധങ്ങൾക്കും നിങ്ങൾ ഒരു കന്ധം പോലെയാണ്. ആളുകൾ ഊർജ്ജം സ്വീകരിക്കുന്നു, അവർ സ്വാഭാവികമായും നിങ്ങളിലേക്കു ആകർഷിക്കപ്പെടുന്നു. അതിനാൽ നിങ്ങൾ ഒരു വലിയ അവതരണത്തിനായി തയ്യാറെടുക്കുകയാണെങ്കിലും സമ്മർദ്ദകരമായ ഒരു ദിവസം നയിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ചില പോസിറ്റീവ് വികാരങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങളുടെ വസ്ത്ര തിരഞ്ഞെടുപ്പുകളുടെ സ്വാധീനത്തെ കുറച്ചുകാണരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയ്ക്കായി വസ്ത്രം ധരിക്കുക, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നുവെന്നും എടപ്പാക്കുന്നുവെന്നും എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്നു കാണുക. ഇത് ഏറ്റവും മികച്ച സ്റ്റൈൽ മാജിക്കാണ്.